ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയരെ, ഇന്ന് ഞാൻ അല്പമായി ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ലവോദിക്കീയ സഭയെക്കുറിച്ചാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളെ ഓർത്തുകൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലവോദിക്കീയ സഭയെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ, ലവോദിക്കീയ സഭയെക്കുറിച്ച് ഒരു പടം, ഒരു ചിത്രം ഒരു ഭിത്തിമേൽ വരച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, കർത്താവായ യേശു ക്രിസ്തു ആ സഭയ്ക്ക് വെളിയിലേക്ക് പോയി അകത്തു വരുവാൻ കഴിയാതെ പുറത്തു നിന്നുകൊണ്ട് വാതിലിൽ മുട്ടുന്നു, തൻ്റെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ചിത്രമാണ് ലവോദിക്കീയ സഭയെക്കുറിച്ച് പറയുവാനായിട്ട് കഴിയുക. എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ സഭയിൽ നിന്ന് പുറത്തേക്ക് പോയത്? എന്തുകൊണ്ടാണ് അകത്തേക്ക് വരാൻ കഴിയാതിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ലവോദിക്കീയ സഭയുടെ അകത്ത് ഉള്ള അവസ്ഥ 4 കാര്യങ്ങൾ എന്ന ചിന്തയിലേക്ക് കൊണ്ടുവരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ്. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്ന് കളയും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ശീതോഷ്ണവാൻ എന്നുള്ള അവസ്ഥയാണ് കർത്താവ് പുറത്തു പോകാനും അകത്ത് വരുവാനും കഴിയാതെ വണ്ണം തടസ്സമായി നിൽക്കുന്ന അവസ്ഥ. ലവോദിക്കീയ സഭയുടെ ഒന്നാമത്തെ അവസ്ഥയാണത്. അത് വളരെ അപകടം നിറഞ്ഞതായ ഒരു കാര്യമാണ്. ആത്മീയ ജീവിതത്തെ ശോധന ചെയ്യുമ്പോൾ, ആത്മീകമായ നിലയിൽ ഒരു സഭയെ പ്രതിദാനം ചെയ്ത് ചിന്തിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിന് അകത്തു വരാൻ കഴിയാതെ വണ്ണമുള്ള അവസ്ഥ ലവോദിക്കീയ സഭയ്ക്കുണ്ട്. അവസ്ഥയുടെ കാരണം ഞാൻ പറഞ്ഞതുപോലെ ശീതോഷ്ണവാൻ എന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് ആത്മാവ് സഭയോട് പറയുന്നത് ഇങ്ങനെയാണ്: നീ ശീതവാനോ അല്ലെങ്കിൽ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. അതിന് ഉദാഹരണമായി വേദപുസ്തകത്തിൽ ഒരു ഭാഗം ഞാൻ ഓർപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യം നാം വായിക്കുമ്പോൾ, ബർയോന ശിമോനായിരിക്കുന്ന പത്രോസിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ശിമോനെ, നിന്നെ ഞാൻ പാറയാക്കും, കേഫ എന്ന് നിനക്ക് പേരാക്കും എന്ന് കർത്താവ് പറഞ്ഞു. പത്രോസിന്റെ ജീവിതത്തിൽ കർത്താവിന് അറിയാമായിരുന്നു ഒരു മനുഷ്യ സഹജമായ ഒരു അവസ്ഥ അവനുണ്ട്. അവൻ ഉലയുന്നവനും ആടുന്നവനും ഒക്കെയാണ്. അത് തന്നെയുമല്ല, ഞാൻ അവനെ ഉറപ്പുള്ളവനാക്കി മാറ്റും. ഇത് കർത്താവിന് അവനെക്കുറിച്ച് അറിയാമായിരുന്നു. എന്നാൽ ഉലയുന്നവനും ആടുന്നവനുമായ ശീമോൻ പത്രോസിന്റെ ഒരു അവസ്ഥ ഞാൻ ഓർപ്പിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 17 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ചോദിക്കുകയാണ് തൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? ആരും ഒന്നും മിണ്ടാതിരുന്നപ്പോൾ ശിമോൻ പത്രോസ് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. കർത്താവിനെ വളരെയധികമായി അപ്രീഷിയേറ്റ് ചെയ്തു. കർത്താവിനോട് പറയുകയാണ്, നീ ഭാഗ്യവാനാണ്. ഇത് നിനക്ക് ഭൂമിയിൽ നിന്നല്ല, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ. എന്നാൽ ചില മിനിറ്റുകൾ കടന്നുപോയി. 23-ാം വാക്യം യേശു പത്രോസിനെ നോക്കി പറയുന്ന ഒരു വാക്കുണ്ട്: സാത്താനെ, എന്നെ വിട്ടു പോ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ചില മിനിറ്റുകൾക്ക് മുമ്പ് സ്വർഗീയമായ ദർശനവും സ്വർഗീയമായ വെളിപ്പാടുകളുടെ ആധിക്യം പ്രാപിച്ച പത്രോസിന് ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ എങ്ങനെ പിശാചിന്
കീഴ്പ്പെട്ടവനായി മാറുവാൻ കഴിയും. ഇതൊരു മനുഷ്യാവസ്ഥയാണ്. എന്നാൽ ഈ പത്രോസിനെ മാറ്റിയത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നാം വായിക്കുന്ന അവസരത്തിൽ എല്ലാ ശിഷ്യന്മാരും 120 പേരടങ്ങുന്ന ഒരു ഗണം അവർ കൂടി വന്നപ്പോൾ ആത്മാവിൽ അവരുടെ മേൽ വന്നു. പത്രോസ് എഴുന്നേറ്റ് നിന്നു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി അന്യഭാഷകളെ സംസാരിച്ചു. അന്ന് മുതൽ ഉറപ്പുള്ളവനായി തീർന്നു എന്ന് കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ശീതോഷ്ണവാൻ എന്നുള്ള ഒരവസ്ഥ ഒരർത്ഥത്തിൽ പത്രോസിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ അവൻ മരിച്ചുയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് അവനെ നിറച്ച ദൈവം, അവൻ ആത്മാവിൽ നിറഞ്ഞവനായപ്പോൾ അവൻ ഉറപ്പുള്ളവനായി തീർന്നു. തൻ്റെ ജീവിതം മരണം കൊണ്ട് അവസാനിപ്പിക്കാൻ കർത്താവിനായി നിന്നവനായി തീർന്നു എന്ന് കാണുവാൻ കഴിയും. എൻ്റെ പ്രിയമുള്ളവരെ, ശീതോഷ്ണവാൻ ഒരു അപകടം നിറഞ്ഞ ജീവിതയാത്രയാണ്. ഈ ലവോദിക്യ സഭയുടെ അകത്തുള്ള വിശ്വാസികൾ, സമൂഹം, അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ദൈവത്തിന് പ്രയോജനം ഉള്ളവരായി തീരുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അവർ ഇത് രണ്ടിലും പെടാത്തവരായി തീർന്നിരിക്കുന്നു. ദൈവത്തിന് പ്രയോജനമുള്ളവരാകുമോ എന്ന് ചോദിച്ചാൽ അല്ല. പിശാചിനുള്ളവരാകുമോ? അല്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മിതവാദികളായി തുടരുന്നവർ, കർത്താവിൻ്റെ കൃപയിലേക്ക് വരാത്തവർ, എന്നാൽ കർത്താവിനെ തള്ളിക്കളഞ്ഞ് പിശാചിനടിമപ്പെട്ട് പോകാത്തവർ, ഇങ്ങനെ മിതവാദികളായ ആൾക്കാർ, അങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, ആത്മാവ് സഭയോട് പറയുകയാണ്, ഞാൻ നിന്നെ ഉമിണ്ണുകളയും, തുപ്പിക്കളയും. ഉമിനീരിന് മധുരമൊന്നുമില്ല, പക്ഷേ ഉമിനീര് വായിൽ കിടക്കുമ്പോൾ എത്രയും ശ്രേഷ്ഠമായ ഒരു മധുരമുള്ളതുപോലെയാണ് നമ്മൾ ഇറക്കുന്നത്. അത് നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ അത് നിയന്ത്രിക്കുന്നുണ്ട്. അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. പക്ഷെ അത് പുറത്തു പോയാൽ അതിൻ്റെ അവസ്ഥ എന്താണ്? അത് ഏറ്റവും നികൃഷ്ടമാണ്. ഒരുപക്ഷെ സകല രോഗാണുക്കളും അതിൻ്റെ മേൽ വാസം ചെയ്യപ്പെടും. ചവിട്ടാൻ പോലും നമ്മൾ അറയ്ക്കും. അതുകൊണ്ട് വായിൽ കിടക്കുമ്പോൾ ശ്രേഷ്ഠമായും തള്ളിക്കളയുമ്പോൾ നികൃഷ്ടമായും തീരുന്ന ഒരു അവസ്ഥ ശീതോഷ്ണവാനുള്ള അവസ്ഥയാണ്. തുപ്പിക്കളയുക എന്ന് പറയുമ്പോൾ, തള്ളപ്പെടുമ്പോൾ അറയ്ക്കപ്പെട്ട അവസ്ഥയെന്ന് പറയുമ്പോൾ അത് ന്യായവിധിയെ പ്രതിദാനം ചെയ്യുന്നു. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്, ഈ സഭയോടുള്ളതായ ദൂത് ഇങ്ങനെയാണ്. ശീതോഷ്ണവാന്മാരുള്ള സഭ അതമ്പെ പരാജയമാണ്. ശീതോഷ്ണമായ അവസ്ഥയിൽ കഴിഞ്ഞു പോകുന്ന വ്യക്തി ജീവിതങ്ങൾ, ദൈവവുമായി ബന്ധമില്ലാതിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ, രക്ഷിക്കപ്പെടാത്ത അവസ്ഥയുണ്ടെങ്കിൽ, കർത്താവിനെ ജീവിതത്തിൽ കണ്ടെത്താത്ത അനുഭവം ഉണ്ടെങ്കിൽ, പേരിനു വേണ്ടി മാത്രം ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ അത് ശീതോഷ്ണാവസ്ഥയാണ്. അവിടെ കർത്താവ് നിലനിൽക്കുകയില്ല, കർത്താവ് പുറത്തു പോകും, കർത്താവ് നിന്നോടുകൂടെ ഇരിക്കുകയില്ല എന്ന് ദൈവവചനം ഉറപ്പിക്കുന്നു. എന്നാൽ കത്താനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ പുകയുന്ന തിരിയെ കെടുത്താത്തവനുമാണ് കർത്താവ്. എന്തെങ്കിലും സാധ്യത നിന്നിലുണ്ടെങ്കിൽ ദൈവം നിന്നെ തള്ളിക്കളയാതെ നിന്നെ കരുതുന്നവനാണ്, മടക്കി വരുത്തുന്നവനുമാണ്. അപ്പോൾ ഇവിടെ ഈ സഭയുടെ അവസ്ഥ എന്ന് പറയുന്നത്, ശീതോഷ്ണവാന്മാരുള്ള സഭ. ഈ സഭയ്ക്കകത്ത് നിന്ന് കർത്താവ് പുറത്തേക്ക് പോയി. അകത്ത് വരുവാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട്. താൻ വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യമാണ് താൻ മുട്ടുന്നത്. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിൻ്റെ 17-ാം വാക്യമാണ്. 17-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് നീ പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും
അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുകയാൽ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, രണ്ടാമത്തെ അവസ്ഥ, താൻ ധനവാൻ സമ്പന്നരായിരിക്കുന്നു, ഞങ്ങൾക്കൊന്നിനും മുട്ടില്ല. അങ്ങനെയുള്ള ഒരു സഭ, അതിനകത്ത് അല്ലെങ്കിൽ വ്യക്തി ജീവിതം അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന, ധനത്തിന്, പണത്തിന്, സമ്പത്തിന് സ്ഥാനം നൽകുകയും ദൈവകൃപയ്ക്ക് പ്രാധാന്യമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ, അത് അപകടകരമായ യാത്രയാണ്. ഞാൻ പഴയ നിയമത്തിലെ ഒരു സംഭവം ഇതിനെ ഞാൻ ഉദാഹരണമായി എടുക്കുകയാണ്. അപ്പക്കാര പ്രമാണി തൻ്റെ ജോലി നിവർത്തിച്ചപ്പോൾ ഒരു തെറ്റ് ചെയ്തു. അങ്ങനെയാണ് കാരാഗൃഹത്തിൽ വന്നത്. അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ കഴിയും. തൻ്റെ തലയിൽ 3 തരത്തിലുള്ള കൊട്ടകളുണ്ടായിരുന്നു. മുകളിലത്തെ കൊട്ടയിൽ രാജാവിനുള്ള കൊട്ടയായിരുന്നു അത്. ആ രാജാവിൻ്റെ കൊട്ടയിലേക്കാണ് പറവകൾ വന്നതിനെ കുത്തിക്കളഞ്ഞത്. തനിക്ക് ലഭിച്ചതായ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതായ രാജാവിൻ്റെ കൊട്ടയ്ക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ, അതിനൊരു അടപ്പ് കൊടുക്കാതെ, അതിനൊരു സൂക്ഷ്മത കൊടുക്കാതെ, അത് ദുരുപയോഗം ചെയ്തതായ പാനപാത്രവാഹകൻ. അതാണ് ആ സംഭവം നമ്മളെ ഓർപ്പിക്കുന്നത്. ആ ദർശനം നമ്മളെ ഓർപ്പിക്കുന്നത് അങ്ങനെയാണ്. ബാക്കിയുള്ളതിനൊക്കെ ഭദ്രത ലഭിച്ചു, ഒരുപക്ഷെ മന്ത്രിമാർക്കുള്ളതിന് ഒക്കെ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം നാം കൊടുക്കാതെ ധനത്തിനും സമ്പന്നതയ്ക്കും നമ്മുടെ ജീവിതത്തിൽ പദവികൾക്കും ഒക്കെ പ്രാധാന്യം നൽകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയമാണ്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 9-10 വാക്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ 17-ാം വാക്യവും ചേർത്ത് വായിക്കുവാണെങ്കിൽ, അബ്രഹാം തൻ്റെ യാത്രയിൽ ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്തപ്പോൾ തൻ്റെ സഹോദരപുത്രനായ ലോത്തും തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ വന്നു. ഇപ്പുറത്ത് വളരെ ഏദൻ തോട്ടം പോലെ സമൃദ്ധമായ സോദോം ഗോമോര കിടക്കുമ്പോൾ അബ്രഹാം ഒന്ന് ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യണം, ഏത് തെരഞ്ഞെടുക്കണം, ദൈവത്തിൻ്റെ വഴി ഏതാണ്? തൻ്റെ ജീവിതത്തിൽ ആ ചോദ്യത്തിൻ്റെ മുന്നിൽ അവിടെ നിന്നുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഒരു പക്ഷേ അവൻ്റെ ഹൃദയം ഉയർത്തി അവനിങ്ങനെ പറഞ്ഞു. തൻ്റെ സഹോദരപുത്രനെ ലോത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, നീ ഏതായാലും ഞാൻ അതിന് മറുവശം പോകും. ഒരു പക്ഷേ ഞാനായിരുന്നെങ്കിൽ ചിന്തിച്ചേനെ, ദൈവം എന്നെയാണ് വിളിച്ചത്, അവനെ അല്ല. ഇത്രയും മനോഹരമായ ദേശം എനിക്കല്ലാതെ ദൈവം വേറെ ആർക്കാണ് കൊടുക്കുക? ദൈവം നല്ലൊരു ദേശത്തേക്കല്ലേ എന്നെ വിളിച്ചത്, ആ ദേശം ഇതായിരിക്കാം. ഏതായാലും മോശമായത് ദൈവം എനിക്ക് തരികയില്ലല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അബ്രഹാം ചെയ്തത് ഇത് ദൈവത്തിൻ്റെ വഴിയോ എന്ന് അറിയാൻ വേണ്ടി ലോത്തിന് തിരഞ്ഞെടുക്കുവാൻ അവസരം കൊടുത്തു. ലോത്ത് തിരഞ്ഞെടുത്തതിനു ശേഷം, എനിക്ക് ധനമോ എനിക്ക് അതിൻ്റെ പദവിയോ അതിൻ്റെ ശ്രേഷ്ഠതയൊന്നും അല്ല എനിക്ക് വലുത്, എനിക്ക് വേണ്ടുന്നത് ദൈവത്തിൻ്റെ വഴിയാണ്, ദൈവകൃപയുടെ വഴിയാണ് എന്ന് ചിന്തിച്ച അബ്രഹാമിനെ നാം കാണുന്നുണ്ട്. ലോത്ത് ധനവും പദവിയും സ്ഥാനവും ഒക്കെ അവനവിടെ കിട്ടി. അവൻ പട്ടണവാതിൽക്ക് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ പട്ടണത്തിൽ അവൻ അറിയപ്പെട്ടവനാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പണവും സമ്പന്നതകളും മുട്ടില്ലായ്മകളും പദവിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വിലയേറിയതായി എണ്ണുമ്പോൾ അത് നമ്മളെ പരാജയപ്പെടുത്തും, നമ്മളെ ദൈവകൃപയിൽ നിന്ന് നഷ്ടപ്പെടുത്തും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. ഒരുപക്ഷെ പണമൊന്നുമില്ലാത്ത ഒരു സ്ഥാനത്ത് ഒരാളെ ഇരുത്താൻ, ഒരു പദവി അലങ്കരിക്കാൻ വിളിച്ചാൽ ആരും വരത്തില്ല. ഒരു സഭയിലായിക്കൊള്ളട്ടെ, പണമുണ്ടെങ്കിലേ ആ പദവി ഏറ്റെടുക്കാൻ ആളുള്ളൂ, പണമില്ലെങ്കിൽ ഏറ്റെടുക്കാൻ ആളില്ല. ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ്. കാരണം പദവിയും സ്ഥാനവും ഏറ്റവും ഉന്നതമാണെന്ന് ചിന്തിക്കുന്നവരോട് ഒരുപക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ലബദോക്യ സഭയോടുള്ള ആത്മാവിൻ്റെ ദൂത് ഏറ്റവും വിലപ്പെട്ടതാണ്. പദവിയും സ്ഥാനവും ധനവും ഇതൊന്നുമല്ല ഏറ്റവും വലിയതായി എണ്ണേണ്ടത്
എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതുകൊണ്ട് പദവിക്ക് വേണ്ടി മത്സരിക്കുന്നവർ ദൈവകൃപയിലേക്ക് ചിന്തിക്കുന്നെങ്കിൽ അവർ മാറി നിൽക്കും. ദൈവം ആക്കുന്നെങ്കിൽ അതിലേക്ക് ആക്കപ്പെടും. അതുകൊണ്ട് ദൈവ പൈതലേ, ലൂക്കോസിന്റെ സുവിശേഷം 8:14 മുള്ളിനിടയിൽ വീണ വിത്തിനെ കുറിച്ച് കർത്താവ് ഉപമ പറഞ്ഞു. അവിടെയും പ്രോബ്ലം ഇതാണ്: ധനം, ചിന്ത, സംസാര ഭോഗങ്ങൾ. ഇതിനാൽ ദൈവകൃപ നഷ്ടപ്പെടുന്നു എന്ന തിരുവചനം ഓർപ്പിക്കുന്നു. അടുത്തതായി അതിൻ്റെ 17-ാം വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കട്ടെ. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുകയാൽ. മൂന്നാമത്തെ കാര്യം, നീ അറിയാതെ ഇരിക്കുന്നു. ധനവും സമ്പത്തും പദവികളും മുട്ടില്ലായ്മയൊക്കെ വന്നപ്പം കർത്താവായ യേശുക്രിസ്തു അവിടെ നിന്ന് പോയത് നീ അറിയാതെ ഇരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് അറിയാതിരിക്കുന്നതായി അവിടെ കാണുന്നത്. ഒന്ന്, യേശുക്രിസ്തു ഈ ലവോദിക്യ സഭയിൽ നിന്ന് പുറത്തേക്ക് പോയത് അവരറിഞ്ഞിട്ടേ ഇല്ല. യേശുക്രിസ്തു ഉണ്ട് എന്നതുപോലെ അവിടെ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ പോവുകയാണ് ആ സഭയിൽ. പക്ഷെ കർത്താവ് സഭയ്ക്ക് വെളിയിൽ പോയത് അവരറിയുന്നേ ഇല്ല. അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം അതിനൊരു കാരണം അതിനകത്ത് പറയുന്നുണ്ട്. 17-ാം വാക്യത്തിൽ ഒരു വാക്കതിനകത്തുണ്ട്. അങ്ങനെ ആയതുകൊണ്ട്, നീ ധനത്തിൽ ആശ്രയിച്ചത് കൊണ്ട് നീ കുരുടനായിരിക്കുന്നു എന്നുള്ളൊരു വാക്ക് അതിനകത്തുണ്ട്. പിന്നെ പറയുന്നുണ്ട് നഗ്നൻ. കാരണം എന്നാ? ആയതുകൊണ്ടാണ് തൻ്റെ നഗ്നത മനസ്സിലാക്കാൻ കഴിയാത്തത്. പദവിയിലും ധനത്തിലും സമ്പന്നതയിലും മുട്ടില്ലായ്മയിലും അതിൽ ആശ്രയിച്ച് പോയപ്പോൾ, ദൈവകൃപയെ വിട്ടുകളഞ്ഞപ്പോൾ തൻ്റെതായ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ കഴിയാതെ അവൻ കുരുടനായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് അറിയാതെ പോയി എന്നുള്ള കാര്യത്തിന് ഈ കർത്താവായ യേശു ക്രിസ്തു അവിടെ നിന്ന് പോയത് അവരറിഞ്ഞിട്ടില്ല. അത് തന്നെയല്ല, അതിൻ്റെ അകത്ത് രണ്ടാമത്തെ കാര്യം അറിയാതിരുന്നത്, അവരുടെ ജീവിതത്തിൽ അവർക്ക് നഷ്ടപ്പെട്ട മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. ആത്മീകമായ ദാരിദ്ര്യം അവരുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് അവരറിഞ്ഞില്ല. എന്തൊക്കെയാണ് ആത്മീയ ദാരിദ്ര്യം? സമ്പത്ത് വർദ്ധിച്ചപ്പം, അതിൽ ആശ്രയിച്ചപ്പം, മറ്റുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുത്തപ്പം എന്തുപോയി? നിർഭാഗ്യാവസ്ഥ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അരിഷ്ടത മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, ദാരിദ്ര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, കുരുടനായി പോയത് മനസ്സിലായില്ല, തങ്ങൾ നഗ്നരാകുന്നു എന്നറിഞ്ഞില്ല. കാരണം ആത്മീക ദാരിദ്ര്യം, ആത്മീയ അരാജകത്വം ഉണ്ടായത് അവരറിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അത് ഒരു കുടുംബത്തിൻ്റെ, ഒരു വ്യക്തി ജീവിതത്തിൻ്റെ, ഒരു സഭയുടെ ഒക്കെ പരാജയമാണ്. ഒരുപക്ഷെ ഞാൻ ഉദാഹരണമായി അതിനു വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്ന ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 20-ാം വാക്യം, ശിംശോൻ അറിഞ്ഞില്ല എന്നവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് അറിയാതെ പോയത്? താൻ വിചാരിച്ചു തൻ്റെ കൂടെ ഏതു സമയത്തും ആത്മാവ് ഇറങ്ങി വന്ന് അധിവാസം ചെയ്യും. മുമ്പ് കെട്ടിയപ്പോൾ ഇതുപോലെ കരിഞ്ഞു പോയതാ, ഇപ്പോൾ കെട്ടിയാലും വീണ്ടും കരിഞ്ഞു പോകും എന്നവൻ വിചാരിച്ചു. അവനിൽ നിന്ന് ദൈവകൃപ നഷ്ടപ്പെട്ടത് അവൻ പോലും അറിഞ്ഞില്ല. ഇതൊരു വ്യക്തി ജീവിതത്തിൻ്റെ പരാജയമാണ്. ഒരു കുടുംബ ജീവിതത്തിൽ ദൈവത്തെ അറിയാതിരിക്കുന്നതിൻ്റെ പരാജയം ആ കുടുംബ ജീവിതത്തിൻ്റെ പരാജയമാണ്. തലമുറകൾ നശിച്ചു പോകുന്നതിൻ്റെ കാരണം അതാണ്. ഒരു സഭയുടെ പരാജയം അതാണ്. പ്രിയമുള്ളവരെ, അതിൽ നിന്ന് ഒരു കാര്യം കൂടെ, ഒരു സന്ദേശമായി ഞാൻ ഓർപ്പിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 45 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിനെയും കൊണ്ട് യെരുശലേമിലേക്ക് പെരുന്നാളിന് അമ്മയപ്പന്മാർ കടന്നു വന്നു. യേശു ക്രിസ്തു ആലയത്തിലിരുന്നു ചാർച്ചക്കാരുടെ കൂടെ ഉണ്ടാകുമെന്ന് മടങ്ങിപ്പോയപ്പോൾ വിചാരിച്ചു. ഒരു ദിവസം ദൂരം ചെന്നപ്പോഴാണ് യേശു ഇല്ല എന്ന്
കൂടെയില്ല എന്ന് അവർ മനസ്സിലാക്കിയത്. പക്ഷെ ആ ബൈബിൾ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ കഴിയും. ഒരു ദിവസം കാണാതെ പോയ യേശുവിനെ കണ്ടുകിട്ടാൻ അമ്മയപ്പന്മാർ 3 ദിവസം നടക്കേണ്ടതായി വന്നു. ഒരു ദിവസം യാത്ര ചെയ്തപ്പോൾ യേശു ഇല്ലാതിരുന്നെങ്കിൽ 3 ദിവസം യേശുവിനെ കണ്ടെത്താൻ അന്വേഷിച്ച് നടന്നുവെങ്കിൽ, ദൈവവേദലെ, ഞാൻ കർത്താവിനെ മറക്കുന്നെങ്കിൽ, ദൈവകൃപയ്ക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ആത്മീക ദാരിദ്ര്യത്തിലേക്ക് പോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കാതിരിക്കുന്നെങ്കിൽ, നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും കർത്താവിനെ കണ്ടെത്താൻ, മടങ്ങി വരാൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു, നിങ്ങൾ മടങ്ങി വരിക. നാലാമതായി ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് 20-ാം വാക്യമാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. തൻ്റെ ശബ്ദം അവൻ കേൾപ്പിക്കുന്നു. എൻ്റെ ശബ്ദം കേട്ടിട്ട് വാതിൽ തുറന്നാൽ തൻ്റെ ശബ്ദം അവൻ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനതിനെ അധികം വിവരിപ്പാൻ സമയമെടുക്കുന്നില്ല. 1 ശമൂവേൽ 3-ാം അധ്യായം 1-ാം വാക്യം, അതുപോലെ 10-ാം വാക്യം. അന്ന് ദർശനമേറെ ഇല്ലായിരുന്നു, ദർശനം കേൾക്കാൻ ആളില്ലായിരുന്നു, വചനം ദുർലഭമായിരുന്നു. ദൈവത്തിന് സംസാരിക്കാനുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ സംസാരം കേൾക്കുവാൻ, ശബ്ദം കേൾക്കാൻ ആളില്ല. അതാണ് ഇസ്രായേലിൻ്റെ പരാജയമായി തീർന്നത്. ഇസ്രായേലിൽ യഹോവയുടെ പെട്ടകം ഒരിക്കലേ പിടിക്കപ്പെട്ടിട്ടുള്ളൂ. അത്രമാത്രം ഇസ്രായേൽ തകർന്നു പോയ ഒരു ചരിത്രം എന്നുണ്ടായതിൻ്റെ കാരണം എന്താണ്? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ദർശനം പ്രാപിക്കുവാൻ, ദൈവാലോചനയ്ക്ക് കീഴ്പ്പെടുവാൻ ആളില്ല. പുരോഹിതന് നേരമില്ല, മഹാപുരോഹിതന് നേരമില്ല, പുരോഹിതന്റെ മക്കൾക്ക് അതിനും നേരമില്ല. മറ്റെന്താണ് സംഭവിച്ചത്? ഇതാ ഒരു കൊച്ചു പയ്യൻ, ബാലൻ, ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വന്ന് യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ കിടക്കുന്നു. ദൈവം അവനെ വിളിച്ചു, 4 പ്രാവശ്യം വിളിച്ചു. ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും അവൻ പുരോഹിതൻ്റെ അടുക്കിലേക്ക് കൊടുക്കുകയാണ്. മനുഷ്യ ശബ്ദം കേട്ട് പ്രതികരിക്കാനായിട്ട് പോയി. പ്രിയമുള്ളവരെ, 3-ാം പ്രാവശ്യം പുരോഹിതൻ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ, ഇനിയും നീ അങ്ങനെ ശബ്ദം കേട്ടാൽ നീ ഇങ്ങനെ പറയണം, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ദൈവത്തോട് പ്രതികരിക്കാത്തവനോട് ദൈവത്തിനൊന്നും പറയാനില്ല. ദൈവ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കാത്തവരോട് ദൈവത്തിനൊന്നും പറയാനില്ല. ലവദോക്യ സഭയോട്, കുടുംബങ്ങളോട്, വ്യക്തികളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു, എന്ത്? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവാലോചനകളിൽ കീഴ്പ്പെടുവാൻ, തൻ്റെ ജീവിതത്തിൻ്റെ സഭയുടെ പരാജയങ്ങളെ കണ്ടെത്തി ശോധന കഴിച്ച് ദൈവസന്നിധിയിൽ ഉപവസിക്കുവാൻ, ഒരുപക്ഷെ കുടുംബം ഒന്നടങ്കം ഉപവസിക്കാൻ, കുടുംബം ഒന്നടങ്ങ് തന്നെ ശോധന ചെയ്യാൻ, ഒരുപക്ഷെ സഭ ഒന്നടങ്കം ദൈവകൃപയിൽ ഉപവസിച്ച് അതേ മാനസാന്തരപ്പെടുവാൻ. വ്യക്തിജീവിതമേ, നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം സംഭവിക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അകത്ത് വരാം എന്ന് കർത്താവ് പറയുന്നു. വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ട് കർത്താവ് പറയുന്ന വാക്കെന്താണ്? ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട വാതിൽ തുറന്നാൽ ഞാൻ അവനോടും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവശബ്ദം കേൾക്കാൻ ഞാൻ തയ്യാറാണ് കർത്താവേ. എന്നെ ശോധന ചെയ്യാൻ ഞാൻ തയ്യാറാണ് കർത്താവേ. എൻ്റെ കുറവുകളെ ഞാൻ ഏറ്റുപറയാൻ തയ്യാറാണ് കർത്താവേ. എൻ്റെ കുറവുകളെ ഞാൻ മനസ്സിലാക്കി താണു വീഴാൻ തയ്യാറാണ് കർത്താവേ. ഒരു വ്യക്തി ജീവിതം തയ്യാറാണെങ്കിൽ, ഒരു കുടുംബം, ആമേൻ, അതിനകത്ത് പ്രിയപ്പെട്ടവർ തയ്യാറാണെങ്കിൽ, ഒരു സഭ അതിന് തയ്യാറാണെങ്കിൽ, കർത്താവ് പറയുന്നു, ഞാൻ നിന്നോടുകൂടെ കഴിയും. അവസാനമായി പറഞ്ഞു നിർത്തട്ടെ. 22-ാം വാക്യം.
21, 22 വാക്യം. ജയിക്കുന്നവന് എന്നോടുകൂടെ ഞാൻ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എനിക്കും അത് തന്നെ പറയുവാനുള്ളൂ. കർത്താവ് ജയിച്ച് പിതാവിനോടുകൂടെ ഇരിക്കുന്നത് പോലെ നീ മടങ്ങി വരുവാണെങ്കിൽ നീയും ജയിച്ച് എന്നോടുകൂടെ ഞാനിരിക്കുന്ന ഇടത്ത് നിന്നെ വിരുത്തും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. വ്യക്തി ജീവിതമേ, കുടുംബങ്ങളോട്, സഭയോട് ആത്മാവിന് പറയാനുള്ള ചെവിയുള്ളവൻ കേൾക്കട്ടെ. ലവദോക്യ സഭയോടുള്ള ദൂതിതായിരുന്നു. 4 കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്. 1, ശീതോഷ്ണാവസ്ഥ. 2, ധനം, സമ്പന്നത, ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞ് തൻ്റെ പദവിയും നികളവുമൊക്കെ സഭയ്ക്കുണ്ട്. മറ്റൊന്നാണ് കർത്താവ് സഭയിൽ നിന്ന് പോയത് അവർ പോലും അറിയാതെ ട്രഡീഷണലായിട്ടുള്ള കാര്യങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. തന്നെയല്ല, അവരുടെ ആത്മീയ അരാജകത്വം സംഭവിച്ചത് അവർ തന്നെ അറിയാതെ പോവുകയാണ്. അതൊരു അപകടകരമായ യാത്രയാണ്, പോക്കാണ്. ദൈവശബ്ദം കേൾക്കാൻ, ദൈവാലോചനയ്ക്ക് മുമ്പിൽ കീഴ്പ്പെടുവാൻ ആളില്ലാതെ വരിക ഇത് അപകടകരമായ വിഷയമാണ്. അത് ലവദോക്യ സഭയോട് ചെവിയുള്ളൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ഈ സന്ദേശം അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ.